إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون ومن كل شيء خلقنا زوجين لعلكم تذكرون ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها آخر إني لكم منه نذير മുബീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്കായി നൽകിയ നിർദ്ദേശങ്ങളും നിയമങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കുകയും ചെയ്യണമേ എന്ന് ആമുഖമായി എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു അത്തരത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാലിദ് ജുമാ എന്ന അറിയപ്പെട്ട ഒരു കവി, അദ്ദേഹം ഒറാസ്കൽ ചിൽഡ്രൻ ഓഫ് ഗാസ എന്ന പേരിൽ ഒരു കവിത എഴുതുകയുണ്ടായി. റാസ്കൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു തെറ്റായ സന്ദേശം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കൾ വല്ലാതെ കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ അവരെ പല പേരുകൾ കൊണ്ടും വിളിക്കാറുണ്ട്. കൊച്ചുതെമ്മാടി എന്നോ കുട്ടിത്തേവാങ്കെ എന്നോ ഒക്കെ സ്നേഹത്തോടെ നമ്മുടെ മക്കളെ നാം വിളിക്കുന്നത് പോലെ ഖാലിദ് ജുമാ വിളിക്കുകയാണ് ഒറാസ്കൽ ചിൽഡ്രൻ ഓഫ് ഗാസ. എന്തേ അങ്ങനെ വിളിക്കാൻ കാരണം? ആ കവിതയിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്
എല്ലാ പ്രഭാതങ്ങളിലും എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എൻ്റെ ജനലിൻ്റെ അഴിയുടെ സമീപത്തു നിന്ന് ഒച്ചയിടുകയും ബഹളം വെക്കുകയും തമാശകൾ പറയുകയും അങ്ങനെ എൻ്റെ പ്രഭാതങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത മക്കളെ എൻ്റെ വീട്ടിലെ ബാൽക്കണിയിൽ ഞാൻ സുന്ദരമായി പരിപാലിക്കുന്ന എൻ്റെ പൂച്ചട്ടികൾ തട്ടിയിട്ട് പോകുന്ന, അതിൽ നിന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുപോകുന്ന, മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പൊന്നുമക്കളെ ഇപ്പോൾ നിങ്ങളെ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ കളിച്ചിരികളും തമാശകളും കുസൃതികളും ഒന്നും ഇവിടെ കാണാനില്ലല്ലോ. നോക്കാൻ ആളില്ലാതെ, പറിക്കാൻ ആളില്ലാതെ എൻ്റെ പൂക്കൾ വാടി വീഴുകയാണ്. ശോകമൂകമായി ഈ മണ്ണും അതുപോലെ തന്നെ ചുറ്റുപാടുകളും. അതുകൊണ്ട് കം ബാക്ക്, കുസൃതി കൂട്ടങ്ങളെ മടങ്ങുക. ആൻഡ് സ്ക്രീം ആസ് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നോ ആ രൂപത്തിൽ നിങ്ങൾ ഒച്ചയിട്ടോ, ബഹളം വെച്ചോ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ വഴക്കു പറയുമായിരുന്നു, ചീത്ത പറയുമായിരുന്നു. എന്നെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോ, ഒച്ചയിടുമ്പോ, ബഹളം വെക്കുമ്പോ നിങ്ങളെ ചീത്ത വിളിക്കുമായിരുന്നു. പക്ഷേ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇന്ന് വരൂ. ആൻഡ് സ്ക്രീം ആസ് യു വാണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒച്ചയിടാം. ആൻഡ് ബ്രേക്ക് ഓൾ ദ വേഴ്സസ്. എന്റെ ഏത് ചെടിച്ചട്ടികളെയും നിങ്ങൾക്ക് പൊട്ടിക്കാം. സ്റ്റിൽ ഓൾ ദ ഫ്ലവേഴ്സ്. എന്റെ ഏത് പൂക്കളെ വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടുകൊണ്ടു പോകാം. കം ബാക്ക്, ജസ്റ്റ് കം ബാക്ക്. എന്റെ പൊന്നുമക്കളെ വാ. നിങ്ങൾ വന്ന് എന്റെ വീട്ടുമുറ്റത്തെ ചെട്ടികൾ പൊട്ടിച്ചോ, പൂക്കൾ പറിച്ചു കൊണ്ടുപോയിക്കോ. കാരണം നിങ്ങൾ എവിടെയും കാണുന്നില്ലല്ലോ എന്ന് വിളിച്ചു പറയുന്ന ഫലസ്തീൻ മക്കൾ വിളിക്കുന്ന ഒരു കവിതയാണത്. ആ മനസ്സിന്റെ നൊമ്പരം നമ്മൾ തിരിച്ചറിയുന്നു. കുഞ്ഞുമക്കളുടെ കലവിലകളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, യൗമ യജ്അലുൽ ബിൽദാന ശിബ എന്ന് പറഞ്ഞതുപോലെ കുട്ടികള് വയസ്സായി പോകുന്ന, പ്രായം ചെല്ലുന്ന അവസ്ഥ പോലെ ആയിത്തീരുന്ന ഒരു അവസ്ഥ നമ്മളിന്ന് കാണുകയാണ്. നമ്മുടെ ചിന്തകളിൽ നൊമ്പരമായി, വേദനയായി ഫലസ്തീൻ കയറുകയാണ്. ആ നൊമ്പരങ്ങൾ നമ്മുടെ ഉള്ളകത്തെ പൊള്ളിക്കുകയാണ്. സ്വാഭാവികമായും ഫലസ്തീന് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. നമ്മുടെ ആ നാടും ആ നഗരിയും നമ്മുടെ ഉള്ളകത്തെ പൊള്ളിക്കുന്നുവെങ്കിൽ ആ നാടിനു വേണ്ടി എന്തു ചെയ്യണം നമുക്ക്? കാരണം ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്, നമ്മുടെ സ്വത്താണത്, നമ്മുടെ വികാരമാണത്, നമ്മുടെ ഈമാനാണത്. ഞാൻ പലവരും ആവർത്തിച്ചു മുമ്പ്. ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 മുമ്പ് നടത്തിയ ഒരു ദുആ, യമനിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചപ്പോഴും മറ്റു പല ഘട്ടങ്ങളിലും ആ ദുആഇനെ നാം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത് എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ ദുആ മതി. എന്താണത്? അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശാമിനാ. റോമൻ എംപയർ അന്ന് നാട് ശാമു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം, റോമക്കാർ ശാമു ഭരിക്കുന്ന കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ നടത്തുമ്പോ അവിടെ ഇസ്ലാമിക സമൂഹം കടന്നു ചെന്നിട്ടില്ല. റോമക്കാർ നാട് ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിന് നീ ബർക്കത്ത് നൽകണേ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ, ഞങ്ങളുടെ ശാമിന് നീ ബർക്കത്ത് നൽകണേ. പ്രവാചകന്റെ പ്രയോഗം ശാമിന, ശാമഹും എന്നല്ല, അവരുടെ ശാം എന്നല്ല, നേരെ മറിച്ച് നമ്മുടെ ശാം. അതൊരു വികാരമാണ്. മുഅ്മിനിന്റെ മനസ്സ് അതിൽ എപ്പോഴും ബന്ധിതമായിരിക്കണം. ആ ഈമാൻ ഉൾക്കൊള്ളണം. അതുകൊണ്ട് അവിടുത്തെ നോവുകൾ നമ്മുടെ നോവാണ്, അവിടുത്തെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടമാണ്, അവിടുത്തെ ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമാണ്, അവിടുത്തെ ആഹ്ലാദങ്ങൾ നമ്മുടെ ആഹ്ലാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്തുണ്ട് മാർഗം തിരിച്ചു കിട്ടാൻ, ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ, ആ നാട് അത് ഏറ്റവും നല്ല സമ്പന്നതയിലേക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിലുള്ള സുഷുപ്തിയിലേക്കും മടങ്ങി വരാൻ എന്തു ചെയ്യണം? മഹാനായ മുഹമ്മദുൽ അമീൻ അൽ ഹുസൈനി അദ്ദേഹം ഒരിക്കൽ
ഫലസ്തീൻ മക്കളുമായി ദർസ് നടത്തുകയാണ്. ഫലസ്തീനിലെ മക്കളുമായിരുന്ന് ദർസ് നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഫലസ്തീനികളായ കുട്ടികൾ ചോദിക്കുകയാണ്, മത്താ നഊദു ഇലാ ഫലസ്തീൻ, എപ്പോഴാണ് നമ്മൾ ഫലസ്തീനിലേക്ക് ഇനി മടങ്ങിപ്പോവുക? സ്വസ്ഥമായി നമ്മുടെ നാട്ടിലേക്ക് എന്നാണ് ഇനി ജീവിക്കാൻ കഴിയുക? എന്നാണ് നമ്മുടെ രാജ്യം നമുക്ക് തിരിച്ചു കിട്ടുക? ആ സന്ദർഭത്തിൽ മുഹമ്മദ് അൽ അമീൻ അൽ ഹുസൈനി അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇദാ ഉത്തും ഇലല്ലാഹി ഉത്തും ഇലാ ഫലസ്തീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാകുമെങ്കിൽ, റബ്ബിലേക്ക് തിരിയുന്നവരാകുമെങ്കിൽ നിങ്ങൾക്ക് ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഇദാ ഉത്തും ഇലല്ലാഹി ഉത്തും ഇലാ ഫലസ്തീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെങ്കിൽ, റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായി ഫലസ്തീനിലേക്ക് മടങ്ങി ചെല്ലാൻ കഴിയും. ഇന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ചോദിക്കുകയാണ്, ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും ചോദിക്കുകയാണ്, എപ്പോഴാണ് നമ്മൾ ഫലസ്തീനിലേക്ക് പോകുന്നത്? എപ്പോഴാണ് ഫലസ്തീൻ നമുക്ക് കിട്ടുന്നത്? എപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിതമാകുന്നത്? ഇദാ ഉത്തും ഇലല്ലാഹ് ആദത് ഇലൈക്കും ഫലസ്തീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിയുമെങ്കിൽ, അല്ലാഹുവിലേക്ക് മടങ്ങുമെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ ഇസ്സത്തായി ഉൾക്കൊള്ളുമെങ്കിൽ ഫലസ്തീൻ നിങ്ങളുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് തരും, കൈവെള്ളയിൽ വെച്ച് തരും. നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, എവിടെയാണ് യഥാർത്ഥ പ്രശ്നമുള്ളത്? മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയി, മുസ്ലിം ഉമ്മത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി. ആളില്ലാത്തത് കൊണ്ടല്ല, ആൾബലമില്ലാത്തത് കൊണ്ടല്ല, കോടികളില്ലാത്തത് കൊണ്ടല്ല, എണ്ണത്തിൽ കുറഞ്ഞു പോയത് കൊണ്ടല്ല. മഹാനായ ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 മുമ്പ് ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ പൊന്നാനിയിൽ ജനിച്ച സൈനുദ്ദീൻ മഖ്ദൂമിൽ ഒരാൾ ഫ്രഞ്ചുകാർ ഇന്ത്യ രാജ്യത്തെ ആക്രമിച്ച കാലഘട്ടത്തിൽ മലപ്പുറം അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ പള്ളികൾ ആക്രമിക്കുകയും മുസ്ഹഫുകൾ ചുട്ടുകരിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളെ, മുസ്ലിം സ്ത്രീജനങ്ങളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുമക്കളെ കൊല്ലുകയും അങ്ങനെ അഴിഞ്ഞാട്ടം നടത്തുകയും ചെയ്ത ഘട്ടത്തിൽ ഒരു ഗ്രന്ഥം എഴുതി, തഹ്രീർ എന്ന പേരിൽ. ആ ഗ്രന്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്യുകയാണ്, മുസ്ലിമിനോട്, ഇസ്ലാമിനോട് ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രഞ്ച് പട കടന്നു വന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സഹോദരങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം പള്ളികൾ തകർക്കുകയും മുസ്ഹഫുകൾ കത്തിക്കുകയും അതുപോലെ തന്നെ ക്രൂര വിനോദം നടത്തുകയും അഴിഞ്ഞാടുകയും ചെയ്ത സന്ദർഭത്തിൽ ഓരോ മുസ്ലിമിനോടും ഇറങ്ങിത്തിരിക്കാൻ ആഹ്വാനം ചെയ്ത കൂട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം ആ വരികൾക്കിടയിൽ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തികളാണെങ്കിലും അവരുടെ മേൽ അതീശത്വം വാഴണമെങ്കിൽ ഒരു കാര്യം ഓർത്തു വെക്കണം, നിങ്ങൾക്ക് ഏത് നഷ്ടപ്രതാപവും വരുന്ന ഘട്ടത്തിൽ, ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഘട്ടത്തിൽ, ഏറ്റവും വലിയ പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ വീഴുന്ന ഘട്ടത്തിൽ ഓർത്തു വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് അതാ തഹ്രീറിൽ ആ പണ്ഡിതൻ കൊണ്ടുവരികയാണ്. എന്താണത്? വഖദ് ജാ ഹദീസുൻ അൻ റസൂലി മുഹമ്മദി റവാഹു അബൂ ദാവൂദ് മിൻ ഗൈരി മിരിയതി. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം മഹാനായ ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് കൊണ്ടുവന്നു. എന്താ ഹദീസിലുള്ളത്? യുശീകു ഉമ്മാതുൻ തദാഅ അലൈകുമു കമാ യതദാഅൽ ആകിലൂന ലികസ്അതി. വിശന്നൊട്ടിയ മനുഷ്യർ ഒരു ഭക്ഷണത്തളികയിലിരിക്കുന്ന നേരത്ത് ആർത്തിയോടവർ ആ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേൽ ആളുകൾ കൈനീട്ടും. ചുറ്റുഭാഗത്ത് നിന്നും വരുന്നവരും പോകുന്നവരുമല്ലേ എല്ലാം ഈ ഉമ്മത്തിനെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. എല്ലാവരും ഈ ഉമ്മത്തിനെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. ഈ ഉമ്മത്തിനെ നിന്ദിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് കേൾക്കുകയാണ് സഹാബത്ത് ഇത് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോ സഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞില്ല. അവർ ചോദിച്ചു, നബിയെ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ, ആളെണ്ണത്തിൽ കുറവായിരിക്കുമോ പ്രവാചക എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, വഖാല കസീറുൻ അൻതുമു ഫീഹി ഉമ്മതി. നിങ്ങൾ ഒരിക്കലും കുറവല്ല, നേരെ മറിച്ച് കൂടുതലായിരിക്കും. നിങ്ങളുടെ സെൻസസ് എടുത്താൽ കോടി ഉണ്ടാവും. വഖാല കസീറുൻ അൻതുമു ഫീഹി ഉമ്മതി. നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആളെണ്ണം കൂടുതലായിരിക്കും. പിന്നെന്തുകൊണ്ടാ പീഡിപ്പിക്കപ്പെടുന്നത്? വഅൻതും ഉസാഉൻ കൽ ഉസാഇ ലിസൈലിനാ വയദ്ഹബു മിൻ സുദിരിൽ ഇബാദിൽ മഹാബതി.
ആ കാലമെത്തുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒഴുക്കുവെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചണ്ടുകൾക്ക് സമാനമായിരിക്കും. ഒഴുക്കുവെള്ളത്തിലെ ചണ്ടുകളായിരിക്കും നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു വിലയും നിലയുമില്ലാത്ത, ഇസ്സത്തില്ലാത്ത, അഭിമാനമില്ലാത്ത, ഈമാനില്ലാത്ത, ഇസ്ലാമില്ലാത്ത, ഇസ്ലാമിനോട് കൂറില്ലാത്ത അധപ്പതിച്ച വിഭാഗങ്ങളായിരിക്കും നിങ്ങൾ. വെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടികൾക്ക് നിങ്ങൾ വില കൽപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. റസൂൽ പറയാണ്, വഅൻതും ഉസാഉൻ കൽ ഉസായി ലിസൈലിനാ വയദ്ഹബു മിൻ സുദരിൽ ഇബാദിൽ മഹാബതി. ലോക ജനത നിങ്ങൾക്ക് വില തന്നത് നിങ്ങളുടെ ആൾക്കൂട്ടം കണ്ടിട്ടല്ല. ലോക ജനത നിങ്ങൾക്ക് വില നൽകിയത് നിങ്ങളുടെ ആസ്തി കണ്ടിട്ടല്ല. ലോക ജനത നിങ്ങൾക്ക് വില കണ്ടത് നിങ്ങളുടേതായ ഭൗതികമായ ശാസ്ത്ര മികവ് കണ്ടിട്ടല്ല. ലോക ജനത നിങ്ങൾക്ക് മികവ് തന്നത്, ലോക ജനത നിങ്ങളെ ആദരിച്ചത് ഇസ്ലാമിന്റെ പേരിലാണ്, ഈമാനിന്റെ പേരിലാണ്. പക്ഷേ ആ ഇസ്ലാമും ഈമാനും ഊരിയെറിഞ്ഞുകൊണ്ട് കേവലം ഭൗതികതയുടെ മേൽ നെഗളിപ്പ് കാണിക്കാൻ നിങ്ങൾ പോകുന്ന കാലമുണ്ടാകുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിലയും നിലയും നിങ്ങളുടെ ശത്രുക്കളുടെ കൽബിൽ നിന്ന്, മറ്റുള്ളവരുടെ കൽബിൽ നിന്ന് എടുത്തു കളയുമെന്ന് മാത്രമല്ല, ആ കാലമാകുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകതരം രോഗം ബാധിക്കുന്നതാണ്. ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണത്. അതുപോലെ ലോകത്ത് ഭൗതികമായി നിങ്ങൾക്ക് ബാധിക്കാവുന്ന എല്ലാ രോഗങ്ങളെക്കാളും വലിയ രോഗമാണത്, മാരകമായ രോഗമാണത്. വഹ്ൻ എന്നൊരു രോഗമെന്ന് നിങ്ങളുടെ കൽബുകളെ ബാധിക്കും. അതൊരു മാനസികമായ രോഗമാണ്, നിങ്ങളുടെ കൽബുകളെ ബാധിക്കുന്ന രോഗമാണ്. വഹ്ൻ എന്നാണ് ആ രോഗത്തിന്റെ പേരെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ പ്രവാചകന്റെ ആ പ്രയോഗത്തെ, ആ ടെർമിനോളജിയെ മനസ്സിലാക്കാൻ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന് കഴിഞ്ഞില്ല. അവർ പ്രവാചകനോട് ചോദിച്ചു, ഫഖീല വമൽ വഹ്നുർ റസൂല ശഫാഅതി. നാളെ ആഖിറത്തിൽ ശഫാഅത്തിന്റെ കൊടിവാഹകനായ പ്രവാചക, അതെന്താണ് ഈ വഹ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആ വഹ്ൻ? ഞങ്ങളുടെ ഖൽബിനെ ബാധിക്കുന്ന വഹ്ൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖാല റസൂലുള്ളാഹി ദക മഹബ്ബതു ലിദുനിയാ വകറുഹുൻ ലിൽ മനിയതി ഹഖ്ഹി. ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള പ്രേമമാണ്, ദുനിയാവിനോടുള്ള ആർത്തിയാണ്, ദുനിയാവിലെ ആഡംബരങ്ങളോടുള്ള കൊതിയാണ്. ആ ദുനിയാ പ്രേമമാണ് നിങ്ങളുടെ കൽബിനെ ബാധിക്കുക. മാത്രമല്ല, മരണം നിങ്ങൾക്ക് വെറുപ്പായി മാറും, മരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പായി മാറും. നിങ്ങളെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന മരണത്തെ നിങ്ങൾ വെറുക്കുന്നവരായി മാറും, നിങ്ങൾ ദുനിയാ പ്രേമികളായി മാറും. ആ കാലമെത്തിയാൽ യുശീകു ഉമ്മാതുൻ തദാഅ അലൈകുമു കമാ യതദാഅൽ ആകിലൂന ലികസ്അതി. ഏത് ദുർബലന്മാരും നിങ്ങളുടെ മെക്കിട്ട് കയറും. പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിന്നെതിരായി ജീവിക്കേണ്ട കാലം ആ കാലത്തേക്ക് വരും. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉമ്മത്ത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു മടക്കം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ നമ്മുടെ ഗോഗോ വിളി കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആരും നമ്മെ ശ്രദ്ധിക്കില്ല, ഒരാളും നമ്മെ പരിഗണിക്കില്ല. ഏതു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് മാറിയോ അന്ന് നമുക്കത് നഷ്ടപ്പെട്ടിട്ട്. ഫലസ്തീൻ ഒരു ഐക്കണാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇക്കാലം മാത്രമല്ല, ഏതു കാലഘട്ടത്തിലും ഒരു ഐക്കണാണ്. നമ്മളെ മുസ്ലിം ഉമ്മത്തിന്റെ നിലവാരം മനസ്സിലാക്കാൻ അവരെവിടെയാണ്, ഏത് സ്കെയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ ഫലസ്തീനിലേക്ക് നോക്കിയാൽ മതി. ഏതു സമയത്ത് മുസ്ലിം ഉമ്മത്ത് അധപ്പതിച്ചോ അന്ന് ഫലസ്തീൻ നമുക്ക് നഷ്ടപ്പെട്ടു, നാട് വിട്ടു, നമ്മളിൽ നിന്ന് വിട്ടുപോയി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അത് അവലോകനം ചെയ്യുന്നത് കാണാം. വറാഫിളതു കാനൂ മിൻ അഅ്ളമിൽ അസ്ബാബി ഫി ഇസ്തിലാഇൻ നസാറ ഖദീമൻ അലാ ബൈത്തുൽ മുഖദ്ദസ് ഹത്ത ഇസ്തൻഖദഹു അൽ മുസ്ലിമൂന മിൻഹു. മനസ്സിലാക്കണം, AD 13, 14 നൂറ്റാണ്ടുകളിൽ അർബൻ രണ്ടാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുരിശുപട കടന്നു വന്നൊരു കാലുണ്ട്. അന്ന് ഫലസ്തീൻ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. ലക്ഷോപലക്ഷം മനുഷ്യർ വധിക്കപ്പെട്ടു. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ രക്തമിങ്ങനെ ഒഴുകി നടന്നു. രക്തപ്പുഴ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുകയല്ല, നേരെ മറിച്ച് മനുഷ്യന്റെ രക്തം, ആ രക്തത്തിന്റെ പുഴയൊഴുകി ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലൂടെ. ആ ഒരു അവസ്ഥയിൽ മുസ്ലിം ഉമ്മത്തിനെ നഷ്ടപ്പെട്ടു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം അവിടെ കടന്നുകയറിയ റാഫിലുകൾ, ഷിയാക്കൾ വിശ്വാസപരമായി അധപ്പതിച്ച അധപ്പതനത്തിന്റെ ആധിക്യം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നം പിന്നെ മുസ്ലിം ഉമ്മത്ത് നടത്തേണ്ടി വന്നു.
അതിനൊരുങ്ങേണ്ടി വന്നു. ഒരുങ്ങാന്ന് പറയുമ്പോൾ പട്ടാളങ്ങളെ ഒരുക്കുക മാത്രമല്ല, അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ സംഘടിച്ചു നിൽപ്പുണ്ടായിരുന്നു. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും, ജെറുസലേമിന്റെ ചുറ്റും ഒരാൾക്കും അത് വിട്ടുകൊടുക്കില്ല എന്ന രൂപത്തിൽ ഉറച്ചു നിന്ന ഘട്ടത്തിലാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വരുന്നത്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടപ്പോ, അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ കണ്ടപ്പോ, അന്ന് ജീവിച്ചിരുന്ന ഇമാദുദ്ദീൻ അൽ ഇസ്ഫഹാനി അല്ലെങ്കിൽ ഇമാദുദ്ദീൻ അൽ അസ്ഫഹാനി മഹാനവറുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. വഹയ്യജ്തലിൽ ബൈത്തിൽ മുഖദ്ദസി ലൗഅതൻ യതൂലു ബിഹാ മിൻഹു ഇലൈക തശവ്വുഖു. ഞങ്ങളുടെ കൈവിട്ടു പോയെന്ന് കരുതിയിരുന്ന, ഒരിക്കലും ഞങ്ങൾക്ക് പിടിത്തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന, ഇനി ഒരു കാലത്തും അത് കയ്യിലേക്ക് വരില്ല എന്ന് കരുതിയിരുന്ന അവസ്ഥയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾക്ക് അങ്ങേറ്റം പ്രേമമുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നൊരിടമായി തീരുകയാണ്. ഹുവൽ ബൈതു ഇൻ തഫ്തഹു വല്ലാഹു ഫഇലു ഫമാ ബഅദഹു ബാബും മിനശ്ശാബി മുഗ്ലഖു. അതെ, ഓ സലാഹുദ്ദീൻ, അങ്ങിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, ഈ ഗോദയിൽ ഈമാനികമായ അഭിനിവേശത്തോടെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, ഹുവൽ ബൈതു ഇൻ തഫ്തഹു വല്ലാഹു ഫഇലു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അത് തുറന്നു തരിക തന്നെ ചെയ്യും. റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഫമാ ബഅദഹു ബാബും മിനശ്ശാമി മുഗ്ലഖു. അങ്ങ് അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ശാമിന്റെ കവാടങ്ങൾ ഒരിക്കലും അടക്കപ്പെടുകയില്ല. അവിടെ ആർക്കും വരാം, ക്രിസ്ത്യാനിക്ക് വരാം, ജൂതന് വരാം, ആർക്കും വരാവുന്ന രൂപത്തിൽ ഷാമിന്റെ കവാടങ്ങൾ ഒരിക്കലും മുഗ്ലഖാവൂല, അടക്കപ്പെടൂല. ആ രൂപത്തിൽ നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. അതൊരു പ്രതീക്ഷയാണ്. കാര്യം വെച്ചാൽ അന്ന് അക്കാലഘട്ടത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കടന്നുവരവുണ്ടായപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിലെ ലയൺ ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെട്ട റിച്ചാർഡ് രണ്ടാമനടക്കമുള്ള വലിയ യൂറോപ്യൻ പട വന്ന് നിരന്നു നിൽക്കുമ്പോൾ ഹിത്തീന്റെ താഴ്വരയിൽ തീയിട്ടുകൊണ്ട് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി വളരെ ശക്തമായ പോരാട്ടം നടത്തിയത് വലിയ ജനസംഘത്തെ വെച്ചുകൊണ്ടല്ല, വലിയ പട്ടാളത്തെ നിരത്തിക്കൊണ്ടല്ല, അതിനാധുനികമായ സ്ഫോടന വസ്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കിയ ചെറിയൊരു ജനതയെ കൊണ്ട് വലിയ സിംഹഹൃദയന്മാരെ തകർത്തെറിയാൻ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് കഴിഞ്ഞത് ഈമാനിന്റെ അഭിനിവേശം, ഈമാനിന്റെ ആധിക്യം. അല്ലാഹു ഫഅലു, അല്ലാഹു ഫഅലു, അല്ലാഹു ഫഅലു. നമ്മുടെ കയ്യിലുള്ള പെട്രോൾ ധനമല്ല, നമ്മുടെ കയ്യിലുള്ള അധികാര കേന്ദ്രങ്ങളല്ല, അല്ലാഹു ഫഅലു, അല്ലാഹു തുറന്നു തരും എന്ന ഈമാനികമായ ഉറപ്പിൽ, വിശ്വാസത്തിൽ പാതിരാത്രികളിൽ പടച്ചവന്റെ മുന്നിൽ തലകുരിച്ച് കിടന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി പറഞ്ഞ് പകലുകളിൽ ഈ പടയോട് പടവെട്ടി ആ ബൈത്തുൽ മുഖദ്ദസിനെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞ ഈമാനികമായ ഉയർച്ച. അതാണ് മഹാനായ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇൻ അറാദൽ മുസ്ലിമൂന ഔദത്തുൽ ഖുദ്സ് ഫൽയുഗയ്യിറു അഖായിദഹുൽ ഫാസിദ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഫത്ഹ് കാണണമെങ്കിൽ, ഫത്ഹുൽ മുഖദ്ദസ് കാണണമെങ്കിൽ, ഫലസ്തീൻ ഫത്ഹ് കാണണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫൽയുഗയ്യിറു അഖായിദഹുൽ ഫാസിദ, ദുഷിച്ച വിശ്വാസങ്ങൾ വലിച്ചെറി, ഈമാനെ തകർക്കുന്ന ഈ വിശ്വാസങ്ങൾ വലിച്ചെറി, അവിശ്വാസങ്ങളും കുഫ്റുകളും ശിർക്കുകളും വലിച്ചെറി, അത് മുഴുവനും ഒഴിവാക്കിയതിനു ശേഷം അതേ ദീനിലേക്ക് മടങ്ങ്. ദുഷിച്ച സ്വഭാവങ്ങൾ മാറ്റിവെക്ക്. ഇന്നും ഉമ്മത്ത് മാറിയിട്ടില്ല. ഈ അനുഭവങ്ങളും ദുരന്തങ്ങളുമൊക്കെ കണ്ട് നമ്മൾ അനുഭവിച്ച വേദനകളും നൊമ്പരകളുമൊക്കെ കണ്ട് മയ്യത്തുകൾ, കുഞ്ഞുങ്ങളുടെ മയ്യത്തുകൾ, കുഞ്ഞു മയ്യത്തുകൾ നിരനിരയായി കിടക്കുന്നത് കണ്ട് എന്നിട്ടും ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ വിവാഹങ്ങള്, നമ്മുടെ കല്യാണങ്ങള്, നമ്മുടെ ആഘോഷങ്ങള് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഒരു മനുഷ്യന്റെ മനസ്സിനെ അത് കൊല്ലുന്ന രൂപത്തിൽ, ചത്തുപോകുന്ന രൂപത്തിൽ, ഖൽബ് ചത്തുപോകുന്ന രൂപത്തിൽ. ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ ഹൃദയം റോൻ ബാധിച്ചു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, റോൻ ബാധിച്ചു എന്ന് പറഞ്ഞില്ലേ. ഹസൻ ബസരി പറഞ്ഞില്ലേ അതിനെ സംബന്ധിച്ച്, റോൻ ബാധിച്ച ഖൽബ് എന്ന് പറഞ്ഞാൽ അത് മൈത്തുൽ ഖൽബ്, ഖൽബിന്റെ മരണമാണെന്ന് പറഞ്ഞില്ലേ. ഈ ഖൽബ് മരിച്ചുപോയ മനുഷ്യർ ആഹ്ലാദിക്കുകയാണ്. ഓരോ വിവാഹങ്ങൾ, കേരളത്തിലെ വിവാഹങ്ങൾ, മുസ്ലിം ഉമ്മത്ത് നടത്തുന്ന വിവാഹങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ നടത്തുന്ന അടിഞ്ഞാട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മുസ്ലിം ഉമ്മത്തിലെ ഉമ്മമാരെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മമാരെ നിങ്ങൾ നോക്കൂ. ഏതെങ്കിലും തരത്തിൽ സ്വഭാവശുദ്ധിയുണ്ടോ? അവരുടെ സംസ്കാരം, അവരുടെ സ്വഭാവങ്ങൾ, ഉമ്മമാരുടെ സ്വഭാവങ്ങൾ പോലും അഴിഞ്ഞാടുകയാണ്. സോഷ്യൽ മീഡിയകളിൽ, ഇൻസ്റ്റഗ്രാമുകളിൽ സ്വവസ്ത്രം മാറ്റി അവരുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിച്ച് ചുണ്ടിൽ ക്യാൻസറിന്റെ ചായം പൂശി പുട്ടിയിട്ട്
അന്യപുരുഷന്മാരോടൊപ്പം അവരുടെ ശരീരം പ്രകടിപ്പിച്ച് വാദ്യമേളങ്ങളുമായി, ഡിസ്കോകളുമായി, ഡാൻസുകളുമായി ആഹ്ലാദിക്കുകയാണ് ഒരു ഉമ്മത്ത്. അതിന്റെ മറുപുറത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, കയറിക്കിടക്കാൻ വോടില്ലാതെ നിലവിളിച്ചു കഴിയുന്ന കുറെ ഉമ്മമാരുണ്ട്. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഇൻ അറാദൽ മുസ്ലിമൂന ഔദത്തൽ ഖുദുസ് ഫൽയുഗയ്യിറു അഖായിദഹുൽ ഫാസിദ വഅഖ്ലാഖഹുമുസ് സയ്യിഅ. ആ പരിശുദ്ധമായ മണ്ണിന്റെ മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ, ദുഷിച്ച വിശ്വാസങ്ങളെ വലിച്ചെറി, കുഫ്രിന്റെ വിശ്വാസങ്ങളെ വലിച്ചെറി, അനാവശ്യമായ ഹറാമിന്റെ എല്ലാ ഇടപാടുകളെയും ഒഴിവാക്ക്. എന്നിട്ട് വിശുദ്ധമായ ഈമാനിലേക്ക് വാ. ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് മാറ്. അതല്ലാതെ ഖുദ്സ് മോചിപ്പിക്കപ്പെടുകയില്ല, ഈ ഉമ്മത്ത് ഉയരുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല നിന്ദിക്കുന്ന ഒരു ജനതയായി, നിന്ദിച്ചു കളയുന്ന ഒരു ജനതയായി നമ്മൾ അത് പതിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി റബ്ബിന്റെ അടുക്കൽ പരിഹാരമില്ലെന്ന് ആരും കരുതരുത്. അള്ളാഹുവിന്റെ അടുക്കൽ പരിഹാരമുണ്ട്, റബ്ബിന്റെ അടുക്കൽ പരിഹാരമുണ്ട്. ആ പരിഹാരം നമ്മൾ കാണുന്ന പരിഹാരമല്ല. ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ അവരുടേതായ പ്രസ്താവനകളൊക്കെ നടത്തി ഒരു പുതിയ മോചനവും പുതിയൊരു രാഷ്ട്രവുമൊക്കെ ആയത് മടങ്ങി വരുന്നല്ല. ദീൻ കൊണ്ടല്ലാതെ, ഇസ്ലാം കൊണ്ടല്ലാതെ, ഇസ്ലാമിന്റെ ഇസ്സത്ത് കൊണ്ടല്ലാതെ ഒരു ഉയർച്ചയും ഒരു വളർച്ചയും ഈ ഉമ്മത്തിന് സംഭവിക്കാനില്ലെന്ന് ഉറപ്പിച്ചു വെച്ചോ. അത് 14 മുമ്പ് ഫലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പാഠാണ്. ഫലസ്തീനിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പാഠാണ്. കാരണം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഫലസ്തീന്റെ മണ്ണിലേക്ക് വരുന്നത് ഏതെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല. നേരെ മറിച്ച് അവിടുത്തെ പാർട്ടിയാക്കിസുമാർ ആവശ്യപ്പെട്ടതാണ്, ഉമർ ഈ നാട്ടിൽ വരണം. അമീറുൽ മുഅ്മിനീൻ ഈ നാട്ടിലെത്തിയാൽ അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ ഈ നാടിന്റെ ആധാരം ഞങ്ങൾ എടുത്തു കൊടുക്കും എന്ന് ആ കാലഘട്ടത്തിലെ പാത്രിയാക്കീസുമാര് പറയുമ്പോ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മദീനത്തേക്ക് കത്തയക്കുകയാണ്. ഉമറെ, അങ്ങ് വേഗത്തിൽ ഇവിടെ വരണം. കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന പരിശുദ്ധമായ മണ്ണ് ഇവിടുത്തെ പാത്രിയാക്കീസുമാര് ഒരു യുദ്ധവുമില്ലാതെ കൈമാറ്റം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവർ വെച്ച ഒരൊറ്റ ഉപാധി താങ്കൾ ഇവിടെ വരണമെന്നത് മാത്രമാണ് എന്ന് കേട്ടപ്പോൾ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു, മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഒരൊട്ടകപ്പുറത്തേറി കീറിയ കുപ്പായമിട്ട് കണ്ടം വെച്ച കോട്ടിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് വരുന്ന രംഗമുണ്ട്. ആർത്തിരമ്പുന്ന അലമാലകൾ പോലെ മനുഷ്യർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ഫലസ്തീന്റെ മണ്ണും പരിസരങ്ങളും, അതേ അമീറുൽ മുഅ്മിനീൻ 20 രാജ്യങ്ങളുടെ അധിപതി, 20 രാഷ്ട്രങ്ങളുടെ അധിപതി, 22 രാജ്യങ്ങളെ ഔദ്യോഗികമായി വാഴുന്ന ഭരണാധികാരി വരുന്ന കാഴ്ച കാണാൻ ഫലസ്തീൻ ജനത ഒന്നാകെ, അവിടെയുള്ള ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളും അടങ്ങുന്ന പാരാവാരം ഒന്നിച്ചു നിൽക്കുമ്പോ അങ്ങകലെ നിന്നൊരു ഒട്ടകം നടന്നു വരികയാണ്. ആ ഒട്ടകം മെല്ലെ മെല്ലെ അടുത്തു വരികയാണ്. ആളുകൾ ആകാംക്ഷയോടെ നോക്കുകയാണ്. സ്വഹാബികൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ തിരിച്ചറിയുകയാണ്, ഒട്ടകപ്പുറത്തൊരാളുണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച ഒരാളുണ്ട്. അതേ, ആ ഒട്ടകം അടുത്തടുത്ത് വരുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരാണ് ഈ വരുന്നത്? ഭരണാധികാരി വരുന്നൊരു അടയാളം ഇല്ലല്ലോ, 20 രാഷ്ട്രങ്ങളുടെ അധിപതി വരുന്നൊരു അടയാളം ഇല്ലല്ലോ. ഒരൊട്ടകം ഇങ്ങനെ വരുന്നു, ഒട്ടകപ്പുറത്തൊരാളുണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച ഒരാളുണ്ട്, ഇങ്ങനെ വരുന്നത് കാണുകയും അവരിങ്ങനെ അടുത്ത് വന്നപ്പോ സ്വഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയുന്ന ആളുകൾ അവർ ഉമർ റളിയല്ലാഹു അൻഹു മർഹബ പറഞ്ഞു, മർഹബ യാ ഉമർ, മർഹബ യാ ഉമർ. അപ്പോഴും ആളുകൾ, ഉമർ റളിയല്ലാഹു അൻഹു അറിയാത്ത ആളുകൾ വിചാരിച്ചത് ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും ഉമർ എന്നാണ്, ഒട്ടകത്തിന്റെ മുതുകത്തിരിക്കുന്ന ആളായിരിക്കും ഉമർ എന്നാണ്. പക്ഷേ ഒട്ടകപ്പുറത്തിരുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു വന്നയാളാണ് ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപരവശരായി. ആളുകൾ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം വന്നിട്ട് തന്റെ കുപ്പായം ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പകരം ഒരു കുപ്പായം ഇടാൻ വേണം. പകരം ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അദ്ദേഹം വന്നിട്ട കുപ്പായത്തെക്കാൾ, ഇട്ടുകൊണ്ടുവന്ന കുപ്പായത്തെക്കാൾ മെച്ചമുള്ള കുപ്പായം ഈ പകരം കൊടുത്ത കുപ്പായമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹചാരികൾ പറഞ്ഞു, ഉമറേ, താങ്കൾ ഇട്ട് വന്ന കുപ്പായത്തെക്കാൾ കൊള്ളാലോ ഈ പകരമുള്ള കുപ്പായം. അതുകൊണ്ട് തന്നെ ഈ കുപ്പായം അങ്ങ് എടുത്തോ, ഇതിട്ടാൽ മതി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഞാൻ തന്ന കുപ്പായം അത് കഴുകുക മാത്രമല്ല, അതിന് കുറച്ച് കീറലുകളുണ്ട്, അതൊരു തയ്യക്കാരന്റെ കയ്യിൽ കൊടുത്ത് തുന്നിച്ചു കൊണ്ടുവരൂ. ആ തുന്നിയ കുപ്പായം ഇട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങുമ്പോ ആനയും അമ്പാരിയും
അതുപോലെ തന്നെ അലങ്കരിച്ച കുതിരകളുമൊക്കെ നിരന്നു നിൽക്കുകയാണ്. മഹാനായ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഈ കാണുന്നത്? അവര് പറഞ്ഞു, ഉമറേ, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, ഇത് വലിയ രാജ്യമാണ്, റോമക്കാർ ഭരിച്ച നാടാണ്, റോമൻ എംപയറിന്റെ കീഴിൽ ജീവിച്ച കൊട്ടാരങ്ങളുള്ള, അതുപോലെ തന്നെ പട്ടാളങ്ങളുള്ള, അതുപോലെ തന്നെ അശ്വങ്ങൾ നിരന്നു നിൽക്കുന്ന കുതിരപ്പടകളുള്ള വലിയ ലോകമാണ്. ഇവിടെ അതിൻ്റെതായ ചടങ്ങിൻ്റെതായ ചില മര്യാദകളുണ്ട്, അവർക്ക് ചില സ്വഭാവങ്ങളുണ്ട്. അതിന്റെ പേരിൽ അലങ്കരിച്ചു നിർത്തിയ കുതിരകളാണ്. അങ്ങക്ക് ഏതൊരു കുതിരയാണ് തിരഞ്ഞെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ ഒരു കുതിരയെയും ആവശ്യമില്ല, ഞാൻ വന്ന ഒട്ടകമല്ലാതെ വേറൊരു ഒട്ടകത്തെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയ സൈന്യത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രൗഢോജ്വലമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, ഓർത്തു വെക്കണം, ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത് മക്കയുടെ മലമടക്കുകൾക്കിടയിൽ ജീവിതം എന്തെന്നറിയാതെ, സംസ്കാരം എന്തെന്നറിയാതെ, വിശുദ്ധി എന്തെന്നറിയാതെ അഴുക്കുചാലുകളിൽ ജീവിച്ചവരാണ് നമ്മൾ. ലോകം തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ അധപ്പതിച്ചവരായിരുന്നു നമ്മൾ. ഒന്നുമില്ലാത്തവരായിരുന്നു നമ്മൾ, കൊട്ടാരമില്ലാത്തവരായിരുന്നു നമ്മൾ, അധികാരമില്ലാത്തവരായിരുന്നു നമ്മൾ, മന്ത്രിസ്ഥാനങ്ങളില്ലാത്തവരായിരുന്നു നമ്മൾ. പക്ഷേ നമുക്കിന്ന് അധികാരമുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, പ്രതാപങ്ങളുണ്ട്, അണികളുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ഇത് മുഴുവനും നമുക്ക് ലഭിച്ചത്, ഓർത്തു വെക്കണം, ദുനിയാവ് കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഈ കൊട്ടാരവും പ്രതാപവും ഈ രാഷ്ട്രങ്ങളും ഈ രാജ്യവും ഈ ആധിപത്യവും അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ വൈദഗ്ധ്യം കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്നുകൊണ്ട് മാത്രമാണ് അള്ളാഹു നമുക്ക് പ്രതാപം തന്നത്. തെറ്റിദ്ധരിച്ചു പോകരുത്. ആനയെ കാണുമ്പോൾ, അമ്പാരിയെ കാണുമ്പോൾ, അലങ്കരിച്ച കുതിരപ്പടയെ കാണുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതാണ് ഇസ്സത്ത് എന്ന്, ഇതാണ് അഭിമാനമെന്ന്. ഈ കീറ കുപ്പായമിട്ട് ഈ ഒട്ടകപ്പുറത്ത് വന്ന ഉമറിന് ഇസ്സത്ത് തന്നത് അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമാണ്, ഇസ്ലാം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു തലത്തിലേക്ക് ഉമ്മത്ത് ചിന്തിച്ചു തുടങ്ങുന്നതെന്നോ അന്ന് നമുക്ക് മോക്ഷമുണ്ട്. ഈ ഒരു തലത്തിലേക്ക് ഉമ്മത്ത് ചിന്തിച്ചു തുടങ്ങുന്നതെന്തോ അന്ന് നമുക്ക് രക്ഷയുണ്ട്. അതല്ല, നമ്മെ രക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ വരും, നമ്മെ ഉയർത്താൻ ലോകരാജ്യങ്ങൾ വരും, നമ്മുടെ കയ്യിൽ ഡോളറുകൾ വരും, അതല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണഖനികൾ ഉണ്ടാകും, നമ്മുടെ കയ്യിൽ മുന്തിയ വെടിക്കോപ്പുകൾ വരും. അന്ന് നമ്മൾ പ്രതിരോധം തീർക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അന്ന് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും കൃത്യമായി നമുക്ക് പഠിപ്പിക്കുകയാണ്. ഹിദായത്ത് കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ലോകാവസാന ഘട്ടത്തിൽ ഫലസ്തീന്റെ മോചകനായി കടന്നു വരുമെന്ന് പറയപ്പെട്ട മഹ്ദി, ഇമാം മഹ്ദി, ആ മഹ്ദി കടന്നു വരുമ്പോ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് മഹാനായ അതേ ചരിത്രകാരൻ, മുഅർരിഖായ, പണ്ഡിതനായ, മുഫസ്സിറായ മഹാനായ അതേ അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയത്, ഫീ സമാനിഹി തകൂനു ഇസ്തിമാറു കസീറ وتكثر الزروع ويكون المال وافرا والسلطان قاهرا والدين قائما والعدو راغما والخير في أيامه دائما. മഹാനായ അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, മഹ്ദി വരുന്ന കാലത്ത് നിങ്ങൾ അന്ന് പട്ടിണി കിടക്കില്ല, അന്ന് നിങ്ങൾ ദാരിദ്ര്യത്തിലല്ല. തകൂനു ഇസ്തിമാറു കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, വതക്സുറു സുറൂ, കാർഷികയിടങ്ങൾ, അതേ ഫലഭൂഷ്ടമായി നിൽക്കുന്ന ഹരിതാപം നിറയുന്ന കൃഷിയിടങ്ങൾ, വയകൂനുൽ മാലു വാഫിറ, ലോകത്തെ വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത്, ലോകത്തെ വിലക്ക് വാങ്ങാനുള്ള പണം, വസ്സുൽത്താനു കാഹിറ, ഒരുത്തന്റെ മുന്നിലും തലകുനിക്കാത്ത ഭരണാധികാരി, വദ്ദീനു ഖായിമ, വദ്ദീനു ഖായിമ, വദ്ദീനു ഖായിമ. ആ സമ്പന്നതയുടെ നടുവിലും അവർ ദീൻ വിട്ടുകളയില്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അവർ നന്നായി പരിപാലിക്കും. വൽ അദുവ്വു റാഗിമ, ആ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും അവൻ വമ്പന്മാരാണെങ്കിലും സാമ്രാജ്യത്വ ശക്തികളാണെങ്കിലും ആ വിശ്വാസി സമൂഹത്തിന്റെ മുന്നിൽ തലകുനിച്ചല്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. വൽ ഖൈറു ഫീ അയ്യാമിഹി ദായിമ, ആ കാലഘട്ടത്തിൽ സർവ്വ നന്മകളും പൂത്തുലയുന്ന കാലമാണ്, സർവ്വ ഖൈറാത്തുകളും പൂത്തുലയുന്ന കാലമാണ്. കാരണം വന്നത് മഹ്ദിയാണ്. മഹ്ദി എന്ന പേര് തന്നെ, ആ പേരിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്, ലുഗ ഇസ്മു മഫ്ഊൽ മിൻ ഹദാഹു ഹുദൻ വ ഹദിയൻ വ ഹിദായ. മഹ്ദി എന്ന് പറയുന്ന പേര് പോലും സിദ്ധമായത് ഹിദായത്ത് എന്ന പേരിൽ നിന്നാണ്. ഹിദായത്ത് എന്ന പേരിൽ നിന്നാണ്. ഹദാഹു ഹുദൻ, ഹദിയൻ, ഹിദായ, ഇതിന്റെയൊക്കെ ഇസ്മു മഫ്ഊലാണ് മഹ്ദി എന്നുള്ളത്. വഹുവർ റശാദു വദ്ദലാല, അത് റഷാദിന്റെ ദലീലാണ്, അതുപോലെ തന്നെ തെളിവിന്റെയും അതുപോലെ സന്മാർഗത്തിന്റെയും വഴിയാണ്. സാധാരണ പറയാറുണ്ട്, ഹദാഹുല്ലാഹു
ലിദ്ദീനി ഹുദൻ വഹദൈതുഹു തരീഖ് വഇല തരീഖ് ഹിദായ ഔ ഐ അറഫ്തുഹു. ഭാഷയിൽ ആ വിവരം അല്ലെങ്കിൽ ആ വാക്ക് പോലും ചർച്ച ചെയ്യുമ്പോൾ ഹിദായത്തുമായി ബന്ധപ്പെട്ട്, ഈമാനുമായി ബന്ധപ്പെട്ട്, റുഷ്ദുമായി ബന്ധപ്പെട്ട്, സന്മാർഗവുമായി ബന്ധപ്പെട്ടാണ് മഹ്ദി എന്ന പേര് പോലും ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ സന്മാർഗമാണ് ഇസ്സത്തായി നമുക്ക് മാറുന്നത്. ഹിദായത്താണ് ഇസ്സത്തായി നമുക്ക് മാറുന്നത്. അതുകൊണ്ട് ഖുദ്സിന്റെ ഒരു മോചനത്തെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓർത്തു വെക്കണം, ഈ ഒരു രംഗം വരാനുണ്ട്, ഈ ഒരു അവസ്ഥ വരാനുണ്ട്, ഈ ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമുണ്ട്. മഹാനായ അബുൽ ഹസൻ അബുരി അദ്ദേഹം പറഞ്ഞു, വഖദ് തവാത്തുറത്തിൽ അഖ്ബാറു വസ്തഫാദത് വകസറത് ബികസറത്തി റുവാതിഹ അനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖുറൂജിഹി. പ്രവാചകന്റെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ ഹദീസുകളിൽ തവാത്തുറായി അഥവാ മുത്തവാത്തിറായി നിരവധി പരമ്പരകളിലൂടെ നിരന്തരമായി വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതെ, ആ റിപ്പോർട്ടുകളിൽ മഹ്ദിയെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങളുണ്ട്. ആ മഹ്ദി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭൂമിയിൽ അദ്ൽ നിരക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നഹു യഖ്റുജു മഅ ഈസാ അലൈഹിസ്സലാം ഫയുസാഇദുഹു അലാ ഖത്ലി ദജ്ജാൽ ബിബാബി ലുദ്ദിൻ ബിഅർളി ഫലസ്തീൻ. ഫലസ്തീന്റെ മണ്ണിൽ ലുദ് എന്ന് പറയുന്ന കവാടത്തിൽ വെച്ച് ഈസാ നബിയോടൊപ്പം ചേർന്നുകൊണ്ട് മഹ്ദിയും ഈസാ അലൈഹിസ്സലാമും ചേർന്നുകൊണ്ട് ഈ സാമ്രാജ്യത്തെ ശക്തികളുടെ തലവനായ ദജ്ജാലിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫലസ്തീനിൽ വെച്ചുകൊണ്ടാണ്. ലുദ് എന്ന വാക്ക് വിശദീകരിച്ചപ്പോ മുഅ്ജമുൽ ബുൽദാനിൽ 5-ാം വാള്യത്തിൽ പറഞ്ഞൊരു വാചകം, ലുദ് എന്ന് പറഞ്ഞാൽ ബൽദത്തുൻ മഅറൂഫത്തുൻ ഫീ ഫലസ്തീൻ. ഫലസ്തീനിൽ അറിയപ്പെട്ട ഒരു നാടാണത്. ഫലസ്തീനിൽ അറിയപ്പെട്ട ഒരു നാടാണത്. ഖരീബത്തുൻ മിൻ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തുള്ള ഒരു നാടാണ് ലുദ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോ മഹ്ദി എന്ന് പറയുന്ന ഒരു സന്മാർഗ ദർശകൻ ലോകത്ത് കടന്നു വരികയും അദ്ദേഹം ഒരു അധിപനായി, ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രതാപം അദ്ദേഹത്തിന് കൈവരുന്നത് ഒന്നുകൊണ്ട് മാത്രം, അത് ഹിദായത്ത് കൊണ്ട് മാത്രം, ഇസ്ലാം കൊണ്ട് മാത്രം. അതുകൊണ്ട് നേരത്തെ പണ്ഡിത ലോകം നമുക്ക് പറഞ്ഞു തന്നതുപോലെ, അതെ, ഇദാ ഉത്തും ഇലല്ലാഹി ഉത്തും ഇലാ ഫലസ്തീൻ. അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിയുമെങ്കിൽ, തൗഹീദിലേക്ക് നിങ്ങൾ മടങ്ങുമെങ്കിൽ, ഈമാൻ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ, ഇസ്ലാം കൊണ്ട് നിങ്ങൾ അഭിമാനിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഫലസ്തീൻ അല്ലാഹു കൈവെള്ളയിൽ വെച്ച് തരും. കാരണം അല്ലാഹുവാണ് അത് ചെയ്തു തരുന്നത്. റബ്ബാണ് നിങ്ങൾക്ക് അത് തിരിച്ചു തരുന്നത്. ഹുവൽ ബൈതു ഇം തഫ്തഹു വല്ലാഹു ഫാഇലു. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് തുറന്നു തരുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ ഒരു തലത്തിൽ ഉയരാൻ, വളരാൻ പണിയെടുക്കണം, ചിന്തിച്ചു തുടങ്ങണം. അതിനുവേണ്ടി ബോധവൽക്കരണങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തെയും പരിസരങ്ങളെയും ആ രൂപത്തിൽ കൃത്യമായി, അതെ, അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, ഇസ്സത്തോടെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ പരിവർത്തിപ്പിക്കപ്പെടാൻ, ആ നിലയിൽ ദീൻ കൊണ്ട് ഉയരാൻ, ഇസ്ലാം കൊണ്ട് അഭിമാനിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസം ബുസ്താനുൽ ഉലൂമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 80 ചില്ലാനം സെന്റ് സ്ഥലം ഈ ജാമിയ ബുസ്താനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സമ്പത്ത് ഈ മഹത്തായ ദീനീ സംരംഭത്തിനായി നീക്കിവെച്ച, അതിന് തീരുമാനമെടുത്ത വ്യക്തിത്വങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദുആഇന് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിലൂടെ നമ്മെ അറിയിച്ചതാണ്. അല്ലാഹുവേ, ഈ സമയം ആ സമയമായി നീ കബൂലാക്കി ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്കു വേണ്ടി ലോകാവസാനം വരെ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമം നാൾ വരെ നിനക്കു വേണ്ടി തന്ന ഒരു സ്ഥലമാണത്. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് രജിസ്റ്റർ ചെയ്ത സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പേഴ്സന്റെ പേരിലുമല്ല, ഒരു വ്യക്തിയുടെ പേരിലുമല്ല, നേരെ മറിച്ച് റബ്ബുൽ ആലമീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലം. നമുക്കറിയാം, ഈ ഹൈവേയുടെ ഓരത്ത് ഒരു 80 സ്ഥലം കിട്ടിയാൽ കോടികൾ ഒരു പക്ഷേ അത് വിറ്റാൽ ഭൗതിക ലോകത്ത് ലഭിക്കും. ആ കോടികൾ ഒരു പക്ഷെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും അല്ലെങ്കിൽ മക്കൾക്ക് പങ്കുവെച്ചുമൊക്കെ സുഖമായി ദുനിയാവിൽ ജീവിക്കാം എന്ന് കരുതുന്നവർക്ക് വലിയ സമ്പാദ്യമാണ്.
പക്ഷേ ഇത് ആഖിറത്തിലേക്ക്, പടച്ചവനിലേക്ക്, റബ്ബിലേക്ക് നീക്കിവെച്ച സമ്പത്താണ്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബത് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിൽ മുഴുവനും അതിൻ്റെ എല്ലാ ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്കുള്ള വെളിച്ചവും പ്രകാശവും നാളെ ആഖിറത്തിൽ ഏറ്റവും അധികം കനമുള്ള പ്രതിഫലം കിട്ടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന റബ്ബിന്റെ സ്വർഗത്തിൽ അവൻ വലിയ സൗധം, അള്ളാഹു പറഞ്ഞതുപോലെ, റബ്ബ് പറഞ്ഞതുപോലെ ഒരു പാലസ്. അള്ളാഹുവിന് ദുനിയാവിൽ ഇടം കൊടുത്തവർ, റബ്ബിന് അള്ളാഹുവിന് ബൈത്ത് കൊടുത്തവർ, അള്ളാഹുവിന് ഭവനം നിർമ്മിച്ചവർ, അതിന് പകരം അവർക്ക് സ്വർഗത്തിൽ ഞാൻ ഒരുക്കും എന്ന് അള്ളാഹു നൽകിയ വാഗ്ദാനം, അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ നൽകിയ വാഗ്ദാനം. അവിടെ റസൂല് പറഞ്ഞു, ഒരു കിളിക്കൂടിന്റെ അത്രയാണെങ്കിൽ പോലും, പ്രവാചകന്റെ പ്രയോഗം അങ്ങനെയാണ്, ഒരു കിളിക്കൂടിന്റെ, ഒരു കുരുവിക്കൂടിന്റെ അത്രയാണെങ്കിൽ പോലും അള്ളാഹു നന്നായി സ്വീകരിക്കുമെന്ന് റസൂല് പറഞ്ഞില്ലേ? ഇത് കിളിക്കൂടല്ല, നേരെ മറിച്ച് 80-ലധികം സെന്റ് സ്ഥലം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ അധിക താമസമില്ലാതെ 2 ഏക്കർ സ്ഥലം അവിടെ നിന്ന് മാറി ഇൻഷാ അല്ലാഹ് ഈ ബുസ്താനുൽ ഉലൂമിൽ ഒരു ഖുർആൻ സിറ്റി, നിരന്തരം ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ റിസർച്ച് ചെയ്യുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട ഖയ്യിം ബുസ്താനി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സ്ഥാപനത്തിന്റെ സന്തതി കൂടിയാണ് അദ്ദേഹം. ബുസ്താനിയാണ് അദ്ദേഹം. ഈ സ്ഥാപനത്തിന്റെ സന്തതി കൂടിയാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി ഈ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്ത മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഒരു സിറ്റിയായി 2 ഏക്കർ സ്ഥലത്ത് നിരന്തരമായി വളർന്നു വരുന്ന ഒരു തലമുറ, ഖുർആനെ സ്നേഹിക്കുന്ന ഒരു തലമുറ, ഖുർആന്റെ സന്ദേശം എത്തിക്കുന്ന തലമുറ, വിശുദ്ധ ഖുർആനിൽ മാഹിറുകളാകുന്ന തലമുറ, അവർ എന്നല്ലേ റസൂല് പറഞ്ഞത്? അതേ, പുണ്യാത്മാക്കളോട് കൂടെയായിരിക്കും ഖുർആൻ മാഹിറാകുന്നവർ എന്ന് റസൂല് പറഞ്ഞില്ലേ? ആ പുണ്യാത്മാക്കളെ രൂപപ്പെടുത്തുന്ന ഒരു സെന്ററായി കേരളത്തിന്റെ നടുവിൽ, ഈ തൃശ്ശൂർ ജില്ലയിൽ ആ സ്ഥാപനം ഇൻഷാ അല്ലാഹ് മാറണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പണിയെടുക്കുകയാണ്, ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു ഖുർആൻ സിറ്റി, ഖുർആൻ നിന്ന് ആണിനും പെണ്ണിനും സ്വസ്ഥമായി പഠിക്കാൻ. എന്നാൽ അവർ ഭൗതിക തലത്തിൽ ഒരു കുറവും ഉണ്ടാവൂല, ഒരു താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവൂല. ഭൗതികമായും മുഹറവിയായും ഉയരുന്ന ഒരു തലമുറ രൂപപ്പെടണം. അതിന് നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു മേഖല എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് ആ 2 ഏക്കർ സ്ഥലം നമ്മൾ രൂപപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരും, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ദുആഇനോടൊപ്പം കൂടെയുണ്ടാകണം. പ്രത്യേകിച്ച് ഉമ്മമാര്, പ്രായമുള്ളവര്, വല്ലുപ്പമാര്, സുജൂദിൽ കഴിയുന്നവർ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യണം. ഈ നന്മയ്ക്കു വേണ്ടി, ഈ ഖൈറിനു വേണ്ടി, അള്ളാഹു ഇത് സ്വീകരിക്കാൻ വേണ്ടി, നാളെ ഖബറിൽ അത് വെളിച്ചമാകാൻ വേണ്ടി, ആഖിറത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലിവാഇന് കീഴെ നിന്നുകൊണ്ട് പ്രവാചകൻ നയിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രവാചകനോടൊപ്പം ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഓടിക്കേറുന്നവരായി തീരാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഖിദ്മയായി ഇത് ഒരു പ്രവർത്തനമായി ഇത് കാണുകയും ആ രൂപത്തിൽ ചിന്തിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനെ സഹായിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ അമൽ കിബറില്ലാതെ, അതുപോലെ സുബ്ഹത്തില്ലാതെ, കീർത്തിക്കു വേണ്ടിയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഖ്ലാസോടെ നിർവഹിച്ച മുഖ്ലിസായ കർമ്മമായി, ഇഖ്ലാസുള്ള കർമ്മമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ അയൽവാസികളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതന്മാരെ, സഹപ്രവർത്തകരെ, സഹപാഠികളെ, അള്ളാഹുവേ, ഞങ്ങളുടെ ശിഷ്യന്മാരെ, അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാരെ എല്ലാവരെയും നീ ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ദീൻ കൊണ്ട് ഇസ്സത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ ദീൻ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഇസ്ലാം കൊണ്ട് അഭിമാനിക്കുന്നവരെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഇൽമും ഫഹ്മും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ നീ ജാഹിലുകളാക്കി അധപ്പതിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, നിന്റെ ദീൻ അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, കുഫ്റിലേക്ക് നയിക്കുന്ന ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.